സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ സുഹറെ കാണാൻ പോയ രജനിക്കും പ്രഭാവതിക്കും പോയതിനേക്കാളും നിരാശയാണ് ഉണ്ടായത്. സുഹറ കോടതിയിൽ സാക്ഷി പറയാനായിട്ട് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും സിദ്ധാർത്ഥനും പ്രഭാവതിക്കും എതിരായിട്ട് മാത്രമേ മൊഴി കൊടുക്കുകയുള്ളെന്ന് ഉറപ്പിച്ച് പറയുന്നത് കേട്ടിട്ട് പ്രഭാവതിക്കും രജനിക്കും ആകെ വിഷമമാകുന്നു. അത് നമ്മുടെ കാട്ടൂരാനെ വന്ന് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാനൊരു മണ്ടത്തരം പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ സുഹറെ കാണാൻ പോയതിനാ സുഹറെ കാണാൻ പോയതാണ് കുഴപ്പമായത്. നമ്മൾ അവരെ ചെന്ന് ഇളക്കിയതുകൊണ്ട് മാത്രമാണ് അവർ കോടതിയിൽ മൊഴി പറയാനായിട്ട് വരുന്നത്. അല്ലായിരുന്നുണ്ടെങ്കിൽ കോടതിയിലേക്ക് വരത്തില്ല. അന്നേരം പ്രഭാവതി ആകെ ചൂടായിക്കൊണ്ട് പറയുന്നുണ്ട്, ദേ വക്കീലെ ഇപ്പം ചുമ്മാ തമാശ പറയരുത്. വക്കീൽ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ സുഹറെ കാണാൻ പോയത്. എന്നിട്ടിപ്പോൾ വക്കീൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തമാശയല്ല, ജീവിത പ്രശ്നം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പ്രഭാവതി ഒരുപാട് ചൂടാവുന്നുണ്ട്. കുട്ടികളെ വഴക്ക് പറയുന്നത് പോലെ എന്നെ വഴക്ക് പറയരുത്. സിദ്ധാർത്ഥ സാറിനെ ആത്മാർത്ഥമായിട്ട് പുറത്തിറക്കണമെന്നുള്ള ആഗ്രഹത്തിനല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അങ്ങനെ എങ്ങനെയെങ്കിലും സിദ്ധാർത്ഥനെ പുറത്തിറക്കണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാട്ടൂരാൻ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പം പ്രഭാവതിക്ക് അത് കണ്ട് മനസ്സലിയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, സോറി വക്കീലെ, എനിക്ക് അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് ഞാൻ നിയന്ത്രണം വിട്ട് പറഞ്ഞു പോയതാ. എൻ്റെയും കൂടി നിയന്ത്രണം അപ്പം വിട്ടുപോയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെന്ന് വക്കീലും തിരിച്ചു ചോദിക്കുന്നു. എന്തായാലും വിഷമിക്കേണ്ടടോ, സിദ്ധാർത്ഥനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മാർഗം തെളിയാതിരിക്കില്ല, ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞ് പ്രഭാവതിയെ കാട്ടൂരാൻ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതേസമയം ത്യാഗരാജൻ അരുന്ധതിയെ കണ്ട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും സുഹറെ കണ്ട് സംസാരിച്ചതിനും വേണ്ടിയിട്ട് സുഹറ നമുക്ക് അനുകൂലമായിട്ട് മാത്രമേ കോടതിയിൽ മൊഴി കൊടുക്കുകയുള്ളൂ. ഞാൻ കുറച്ച് കരഞ്ഞ് നാടകമൊക്കെ കളിച്ചാൽ പറഞ്ഞെന്ന് പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട്, താൻ എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു എന്നൊന്നും എനിക്കറിയണ്ട. സുഹറ നമുക്ക് അനുകൂലമായിട്ട് മൊഴി പറയാനായിട്ട് കോടതിയിൽ വരുമോ ഇല്ലയോ എന്ന് മാത്രമേ എനിക്കറിയണ്ടൂ. അന്നേരം ത്യാഗരാജൻ ഉറപ്പിച്ച് പറയുന്നുണ്ട് വരുമെന്നൊക്കെ. അതേസമയം ദേവിക ഒരു ഫയലുമായിട്ട് അരുന്ധതിയുടെ അരികിലേക്ക് വരുന്നുണ്ട്. അരുന്ധതിക്ക് അങ്ങ് ആകെ ദേഷ്യമാകുന്നുണ്ട്. കാരണം ത്യാഗരാജനോട് കോൾ ചെയ്തുകൊണ്ടിരുന്ന ഇനി അത് വല്ലതും ദേവിക കേട്ട് കാണുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷനിൽ ദേവികയോട് വല്ലാണ്ട് ചൂടാവുന്നുണ്ട്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അരികിലേക്ക് വരരുത് എന്നൊക്കെ പറഞ്ഞ് ചൂടാവുന്നു. അതേസമയം ദേവിക പറയുന്നുണ്ട്, അത്യാവശ്യമായിട്ട് ഇപ്പോൾ ഒരു മെയിൽ അയക്കാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് മേഡത്തിനോട് ഡൗട്ട് ചോദിക്കാൻ വന്നേ. അന്നേരം അരുന്ധതി പറയുന്നുണ്ട്, ഒരു 5 മിനിറ്റ് വൈകിപ്പോയെന്ന് വെച്ച് എന്താ മെയിൽ ചെല്ലത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് ചൂടാവുന്ന സമയത്ത് ഇതിലെ കണക്കുകൾ ബാലൻസ് ആവുന്നില്ല, ഒന്ന് നോക്കി പറയുമെന്നൊക്കെ പറഞ്ഞ് അരുന്ധതി നോക്കുന്നതും മുകളിലത്തെ നിലയിൽ നിന്ന് മണിയൊച്ച കേൾക്കുന്നുണ്ട്. അത് കേട്ട് അരുന്ധതി ടെൻഷൻ അടിച്ച് പോകുന്നത് ദേവിക നോക്കി നിൽക്കുന്നത് കാണിക്കുന്നു. അതേസമയം നമ്മുടെ ത്യാഗരാജനും അരുന്ധതിയും കൂടെ പുതിയ വക്കീലിനെ ഏർപ്പാടാക്കിയില്ലേ. അങ്ങനെ അഡ്വക്കേറ്റ് മോഹനൻ തമ്പി വരുന്നുണ്ട് അവസാന വിജയം ഉറപ്പിക്കാനായിട്ട്. അതേസമയം പ്രഭാവതി നമ്മുടെ മേരി തോമസിനെ പോയി കാണുന്നുണ്ട്. എന്നിട്ട് മേരി തോമസിനോട് തൻ്റെ വിഷമങ്ങളെല്ലാം അറിയിക്കുന്നു. അതേ തുടർന്ന് മേരി തോമസ് തന്നെ ചന്ദ്രമതിയെ കോൾ ചെയ്ത് പ്രഭാവതിക്ക് സംസാരിക്കാനായിട്ട് ഫോൺ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പ്രഭാവതിയും ചന്ദ്രമതിയും സംസാരിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഉറപ്പായിട്ടും നമ്മുടെ ചന്ദ്രമതി കോടതിയിലെത്തും. സിദ്ധാർത്ഥന് അനുകൂലമായി മൊഴി കൊടുക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഉറപ്പായിട്ടും സിദ്ധാർത്ഥ് ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്നും പ്രതീക്ഷിക്കാം. അരുന്ധതിയുടെ കള്ളക്കളി മിക്കവാറും നമ്മുടെ ദേവിക തന്നെ അവിടെ വർക്ക് ചെയ്ത രൂപത്തിൽ കണ്ടുപിടിക്കുമെന്നാണ് തോന്നുന്നത്. കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.